വർഷം 1300. നസ്രാണി പാരമ്പര്യത്തിലും സംസ്കാരത്തിലും നിർണായക സ്വാധീനം ചെലുത്തിയ ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയം സ്ഥാപിതമാകുന്നത് 1300-ലാണ്. കരിമ്പിന്റെ നാടായ മങ്ങാടാണ് പിൽക്കാലത്ത് ആലങ്ങാടായി മാറിയത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം വർഷം 1599 പറവൂരും മങ്ങാടും തമ്മിൽ നടന്ന യുദ്ധം. ആ യുദ്ധത്തിനിടയിൽ പരിശുദ്ധ കന്യകാ മാതാവിന്റെ പ്രകാശവലയം വിശ്വാസികൾക്ക് സംരക്ഷണം നൽകി. ആരോ തങ്ങളെ ഓടിക്കുന്നത് പോലെ പടയാളികൾ ഭയന്നോടി. അവിടെ ഉണ്ടായിരുന്ന ഗോവ മെത്രാപ്പോലിത്ത മാർ മെനേസസിന്റെ ജോർനാത്ത എന്ന പോർച്ചുഗീസ് ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. വർഷം 1600. ഉദയം പേരൂർ സൂനഹദോസിന് ശേഷം പോർച്ചുഗീസ് മിഷണറിമാർ വിശുദ്ധ ലൂക്ക പരിശുദ്ധ മാതാവിന്റെ ചിത്രത്തിന്റെ തനിപ്പകർപ്പ് ആലങ്ങാട് ദേവാലയത്തിന് കൈമാറി. വർഷം 1653. ഇന്ന് കാണുന്ന ഓർത്തഡോക്സ് യാക്കോബായ മാർത്തോമ മുതലായ സഭകളുടെ ആദ്യമെത്രാനായ മാർത്തോമ ഒന്നാമൻ തിരുമേനിയെ 12 അച്ഛന്മാർ ചേർന്ന് വാഴിക്കുന്നത് ആലങ്ങാട് പള്ളിയിൽ വെച്ചാണ്. വർഷം 1701. മലബാർ വികാരിയത്തിന്റെ മെത്രാനായി കർമ്മലീത്ത വൈദികൻ ബിഷപ്പ് ആഞ്ചലൂസ് ഫ്രാൻസിസിനെ കൽതായ മെത്രാപ്പോലിത്ത മാർ ശിമയോൻ അഭിഷേകം ചെയ്തത് ആലങ്ങാട് പള്ളിയിൽ വെച്ചാണ്. വർഷം 1742. ഭാരതത്തിന്റെ ആദ്യ മെത്രാപ്പോലിത്തയായ മാർ ജോസഫ് കരിയാറ്റിയുടെ ജന്മനാട് കൂടിയാണ് ആലങ്ങാട്. റോമിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങിവന്ന കരിയാറ്റിൽ മൽപ്പാൻ കൊണ്ടുവന്ന മാതാവിന്റെ തിരുമുടി കാരണമാണ് ആലങ്ങാട് തിരുമുടി മാതാവിന്റെ ദേവാലയം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. കൂനൻ കുരിശ് സത്യത്തിന് ശേഷം വിഘടിച്ചു നിന്ന പുത്തൻ കൂറ്റുകാരെ തിരികെ കൊണ്ടുവരുവാനുള്ള അധികാരത്തിനു വേണ്ടി കരിയാറ്റിൽ മൽപ്പാനും പാറേമാക്കൽ തോമാക്കത്തനാരും റോമിലേക്ക് യാത്ര തിരിക്കുകയും പോർച്ചുഗീസ് രാജ്ഞി പാദ്രുവാദോ അധികാരപ്രകാരം കരിയാറ്റിൽ മൽപ്പാനെ മെത്രാപ്പോലിത്തയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മാർപ്പാപ്പയിൽ നിന്ന് അധികാര ചിഹ്നമായ പാലിയം സ്വീകരിച്ച് തിരികെ ഗോവയിലെത്തിയ മെത്രാപ്പോലിത്ത ദുരൂഹ സാഹചര്യത്തിൽ 1786 മരണപ്പെട്ടു. വർഷം 1790. ഒരു ദുരന്തകാലം. ടിപ്പു സുൽത്താന്റെ ക്രൂരമായ ആക്രമണത്തിൽ ദേവാലയത്തിന്റെ മേൽക്കൂരയും സെമിനാരിയും തീവച്ച് നശിപ്പിക്കപ്പെട്ടു. വർഷം 1961. ആഘോഷപൂർവം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കപ്പലാകൃതിയിലുള്ള വണ്ടിയിൽ ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് മാർ ജോസഫ് മെത്രാപ്പോലിത്തയുടെ ഭൗതിക അവശിഷ്ടം കൊണ്ടുവന്ന് കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭാപിതാക്കന്മാരുടെയും കാർമ്മികത്വത്തിൽ പുനഃസ്ഥാപിച്ചു.